മഹദിയായ സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിൽ പാലിച്ചിരുന്ന മനോഹരമായ 4 സുന്നത്തുകളുണ്ട്. നമ്മളിൽ എത്ര പേരത് പാലിക്കുന്നുണ്ട് അല്ലേ? ആ സുന്നത്തുകൾ പാലിച്ചാൽ വല്ലാത്തൊരു ബറക്കത്ത് നമ്മുടെ അടുക്കളയിലും നമ്മുടെ വീട്ടിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. മാത്രമല്ല ഒരു 3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതുകൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല രുചിയും ആ അടുക്കളയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ബറക്കത്തും രോഗശാന്തിയും സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് പോലും വ്യക്തമാണ്. അടുക്കള നന്നായില്ലെങ്കിൽ കുടുംബം നശിച്ചോ അല്ലേ? അടുക്കള എങ്ങനെ നന്നാക്കും? ആയിഷ ബീവി എന്താ ചെയ്തത്? നമുക്കൊന്ന് പഠിച്ചാലോ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കണം കേട്ടോ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് വരുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ നമ്മൾ അഡ്മിൻസിനോട് അന്വേഷിച്ചപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ, എന്തോ വാട്സപ്പ് ഓപ്പൺ ആകാത്ത എന്തൊരു പ്രോബ്ലം ഉണ്ടെന്ന് അവർ അറിയിച്ചിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ലിങ്കുകളൊക്കെ നമ്മുടെ വാട്സപ്പിൽ വരുന്നതായിരിക്കും. നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ അടുക്കള എന്ന് പറയണതല്ലേ. ഇന്ന് കുറച്ചുകൂടെ ബറക്കത്ത് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പഴയതുപോലെയല്ല. പണ്ട് നിസ്കാരവും അതുപോലെ തന്നെ ദിക്റുകളൊക്കെ വീടിൻ്റെ ഹാളിലും അല്ലെങ്കിൽ തന്നെ റൂമിലൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ദിക്റും സ്വലാത്തൊക്കെ അടുക്കളയിൽ പോലും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ ഈ സ്വബാഹുൽ ഖൈർ അടുക്കളയിലിരുന്ന് കാണുന്ന ആളുകളില്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഉണ്ട്, ധാരാളം ആളുകൾ അടുക്കളയിലിരുന്ന് കാണുന്നുണ്ട്. മാഷാ അല്ലാഹ് അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ അടുക്കളയിലിരുന്ന് സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പറയണം. അതൊരു വല്ലാത്ത ബറക്കത്താണ് അല്ലേ? ദിക്റും സ്വലാത്തുകൾ കൊണ്ട് അടുക്കളയൊക്കെ മുഖരിതാകുന്നുണ്ട്. ലീവില്ലാത്തൊരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ അടുക്കള. ഞായറാഴ്ച അവധിയുണ്ടോ? ഒരു ദിവസം പോലും അവധിയില്ല. അപ്പോൾ ഈ അടുക്കളയിൽ ഇങ്ങനെ നിരന്തരം ഭക്ഷണം പാചകം ചെയ്യുന്ന, നമുക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കിത്തരുന്ന ഈ സഹോദരിമാരെ പ്രത്യേകം പരിഗണിക്കണം കേട്ടോ. അതായത് പുരുഷന്മാർക്ക് അടുക്കളയിൽ കയറാൻ പാടില്ലേ? അങ്ങനെയുണ്ടോ? അതായത് പെണ്ണിന് മാത്രമേ അടുക്കള പറ്റൂ എന്ന് ഒരിക്കലും ഇസ്ലാം പറയണില്ല. അതായത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട ഒരു ബാധ്യതയും ഭാര്യയ്ക്കില്ല മക്കളെ. അതായത് ഇപ്പോൾ ഭാര്യ പറയണ, കാക്ക നാളെ മുതൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഓരോ നേരം 500 വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ നിർബന്ധമാണ് ഭർത്താവിന്. മനസ്സിലായോ? അപ്പോൾ ഇത് അവൾ നമുക്ക് ചെയ്തു തരുന്നൊരു സേവനമാണെന്ന് ഭർത്താക്കന്മാരും കുടുംബവും മക്കളും ഒക്കെ തിരിച്ചറിയണത് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും ചിന്ത പോണത്, നമ്മുടെ കേന്ദ്രം തലച്ചോറാണെങ്കിൽ വീടിൻ്റെ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ അടുക്കള. അവിടെ നിന്നാണ് എല്ലാ പോസിറ്റീവ് സംഗതികളും പുറത്തേക്ക് വരണത് അല്ലേ? നമ്മുടെ ആരോഗ്യമാകട്ടെ, ഇതൊക്കെ അടുക്കളയിൽ നിന്നാണ് പ്രവഹിക്കുന്നത് ഒരു പരിധി വരെ. അതായത് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന 2 സാധനമാണ്, ഒന്ന് ഫോണും ഒന്ന് അടുക്കളയും. ഇപ്പോൾ ഫോൺ നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകും? ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഫോൺ വെക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? ആ ഫോൺ എടുത്തിട്ട് നേരെ ചെവിയിൽ വെക്കും, പോക്കറ്റിൽ വെക്കും, ഭക്ഷണം കഴിക്കുന്നിടത്ത് വെക്കും, കണ്ട തെരുവുകളിൽ കൊണ്ടുപോയി വെക്കും. എവിടെ നമ്മൾ ഫോൺ കൊണ്ടുപോയി വെക്കും. ഈ ഫോണിൽ നിന്ന് എന്തോരം ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കിൻ അലർജിക്ക് പോലും ഫോൺ കണ്ടെടുത്ത് വെക്കുന്നതിന് കാരണമാണെന്നാണ്. ഇപ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ എന്തോരം രോഗങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ബ്രെയിനായ അടുക്കള സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ അതിലൂടെ ഉണ്ടാകുമെന്ന് ശാസ്ത്രം പോലും പറയുന്നുണ്ട്. മഹദിയായ സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാലിച്ചിരുന്ന 3-4 സുന്നത്തുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തത്, ആയിഷ ബീവി ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ്, പാത്രം കഴുകിക്കഴിഞ്ഞാൽ കമിഴ്ത്തി വെക്കുമായിരുന്നു. പാത്രം ഒരിക്കലും ഇങ്ങനെ നിവർത്തി വെക്കരുത്. അതിലെപ്പോഴും നമ്മളിപ്പോൾ രാത്രി ചിന്തിച്ച് നോക്കിയാൽ പാത്രം ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഉള്ള ബാക്ടീരിയകളും അതുപോലെ തന്നെ ഈ പ്രാണികളും പല്ലിയും പാറ്റയും പഴുതാരടക്കം കയറുന്ന കാലഘട്ടമാണെന്ന് അല്ലേ? അപ്പോൾ ഒരിക്കലും പാത്രം തുറന്നു വെക്കരുതെന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പോലും അത് ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന സമയത്ത് പോലും അത് ശ്രദ്ധിക്കണം ഇല്ലേ? ഭക്ഷണമൊക്കെ നേരത്തെ അങ്ങോട്ട് വിളമ്പി വെച്ച് ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇരുന്നിട്ട് ഭക്ഷണം വിളമ്പണം. ഭക്ഷണം രാജാവാണ്, ഭക്ഷണത്തിനെ പരിഗണിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ സോണിലേക്കാണ് അത് എന്നെത്തുക. അള്ളാഹുവിൻ്റെ ബറക്കത്തെടുത്ത് പോകാൻ കാരണമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ പാത്രം ആ സമയത്ത് തുറന്നാൽ മതി. ഭക്ഷണം കഴിക്കാനുള്ളതാണെങ്കിൽ പോലും തുറന്ന് വെക്കരുത് അനാവശ്യമായിട്ട്.
ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ അതങ്ങനെ അവിടെ തുറന്നിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അടുപ്പത്ത് കിടന്ന് തിളക്കുക മാത്രമല്ല, മേലെ നിന്ന് എന്തൊക്കെ ചാടാം. പല്ലി മൂത്രമൊഴിച്ചൂടെ, 8 കാലിക്ക് മൂത്രമൊഴിച്ചൂടെ, മറ്റു വല്ല അണുക്കളൊക്കെ വന്നൂടെ. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വർഷത്തിലൊരു ദിവസമുണ്ട് രാത്രി ആകാശലോകത്ത് നിന്ന് വബാകൾ, പകർച്ചവ്യാധികളൊക്കെ ഇറങ്ങുന്നൊരു സമയം. അപ്പോൾ പാത്രങ്ങൾ, അടച്ചു വെക്കപ്പെടാത്ത എല്ലാ പാത്രത്തിലേക്കും അതിറങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേത് രാത്രിയാണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങൾ അടച്ചു വെക്കാം. മനസ്സിലായി? ഇനിയിപ്പോൾ നമ്മൾ സിങ്കിലൊക്കെ ഈ പാത്രം കഴുകാതെ ഇട്ടുകൊണ്ട് പോകുന്ന ആളുകൾ വലിയ അപകടത്തിലത്. എങ്ങനെയെങ്കിലും എത്ര വയ്യെങ്കിലും പരമാവധി രാത്രി തന്നെ കഴിച്ചത് കഴുകി വെക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അത്ര ബുദ്ധിമുട്ട് വന്നാൽ വെള്ളമെങ്കിലും ഒഴിച്ചിടുക, വെള്ളം ഒഴിച്ചിട്ടേക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ചിലതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നാൽ ക്ലീൻ ചെയ്യാൻ എന്ത് പാടായിരിക്കും. പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഫ്രൈ പാനൊക്കെ എടുത്തിട്ട്, ഈ നോൺ സ്റ്റിക്ക് പാനൊക്കെ എടുത്ത് സ്റ്റീലിൻ്റെ സ്ക്രബ് കൊണ്ട് ഉരച്ച് കഴിയുന്ന ആളുകളുണ്ട്. അതിൻ്റെ നോൺ സ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വിഷമാണ്, നമ്മുടെ ശരീരത്തിലേക്ക് വിഷമാണ്. എന്ത് പൊരിച്ചാലും വിഷമാണ് ഉള്ളിൽ കയറുന്നത്. നോൺ സ്റ്റിക്കൊക്കെ പോയിരിക്കണം എത്ര പാത്രം നമ്മുടെ വീട്ടിലുണ്ട് ഇല്ലേ? നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ആ കോട്ടിങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അല്പം പോലും പോയി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതൊക്കെ വിഷമാണ്, ക്യാൻസറിന് കാരണമാണെന്നാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ആ നോൺ സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ആ കോട്ടിങ് ഒട്ടിച്ച് അത് അല്പം ഒന്ന് പോകുന്നത് വരെ അവിടെ ഒരു തേയ്മാനം വന്നാൽ പിന്നെ നിർത്തിക്കൊള്ളണം, പിന്നെ അത് ഉപയോഗിക്കരുത്. നോൺ സ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസറസ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, മനസ്സിലാവുന്നുണ്ടോ? ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, പാത്രം എപ്പോഴും നിങ്ങൾ കഴുകി വെക്കണം. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് സാധനം ആയിക്കോട്ടെ, വീട്ടിലൊരു നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന് ഈ പ്രാണികൾക്ക് കയറാൻ, ഈ ബാക്ടീരിയാസ് പകരാനുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി ഫ്രൂട്ട്സും മുട്ടയും സാധനങ്ങളൊക്കെ കൂടെ അങ്ങോട്ട് തള്ളും. ഒക്കെ ഈ മുട്ടയാണെങ്കിൽ എന്തോ ഒരു അഴുക്കായിരിക്കും, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ എന്താ സംഭവിക്കണേ? അത് വലിയ അപകടമില്ല. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനെന്ന് ശാസ്ത്രബോധമുള്ള പല ഡോക്ടേഴ്സ് പോലും പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സും ചില വെജിറ്റബിൾസും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. തക്കാളി ഫ്രിഡ്ജിൽ വെക്കരുത്, സവാള ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, പെട്ടെന്ന് ചീത്തയായി പോകും. ഒരുപാട് രോഗങ്ങൾക്ക് പോലും അതുകൊണ്ട് കാരണമാകുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ നമ്മൾ കഴുകുന്നതിൽ ശ്രദ്ധക്കുറവുള്ളൊരു സാധനമാണ് ഈ മിക്സിയുടെ ജാർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചെടുക്കും. അതിൻ്റെ സൈഡിൽ അല്ലേ, മിക്സിയുടെ ജാറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ എത്ര വേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെയല്ലേ നമ്മൾ ഈ ചമ്മന്തിയായിട്ടും അതുപോലെ പല സംഗതികളായിട്ടും ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കണത്. അപ്പോൾ എത്ര വലിയ അപകടമാണ്. അതുപോലെ തന്നെ സിങ്ക്, പാത്രം കഴുകുന്ന സിങ്ക് നന്നായി ക്ലീൻ ചെയ്യണം, നന്നായി ക്ലീൻ ആക്കണം. നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാധനമാണ് ഈ കത്തി എന്ന് പറയണത് ഇല്ലേ? ഫ്രൂട്ട്സിനൊരു കത്തി, ഇതേ കത്തി തന്നെ നമ്മൾ ഇറച്ചിയും കിട്ടും, അതേ കത്തി തന്നെ എടുത്ത് പച്ചക്കറി അരിയും. നിങ്ങൾ എന്ത് വേണമെങ്കിലും അരിഞ്ഞോ, പക്ഷേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് വേണം അടുത്തതിന് ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ കഴുകാതെ വെച്ചാൽ അതിലൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഏറെ കൂടുതലാണ്. അപ്പോൾ അതിൽ സൂക്ഷ്മത പാലിക്കുക. രണ്ടാമത്തെ കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം ശ്രദ്ധിച്ചിരുന്നത് വേസ്റ്റുകൾ കുന്നുകൂട്ടിയിട്ടില്ലായിരുന്നു. അത് സുന്നത്തിനെതിരാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ വേസ്റ്റുകൾ കുന്നുകൂട്ടി വെക്കരുത്. ഇപ്പോൾ ഡെയിലിയുള്ള വേസ്റ്റുകൾ അങ്ങനെ വെക്കുക, ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് എടുത്ത് കളയുക. അതിങ്ങനെ കൂട്ടി വെച്ച് ഒരാഴ്ച വരെ അങ്ങനെ കുന്നുകൂട്ടി വെക്കുമ്പോൾ അത് ശൈത്താൻ്റെ കേന്ദ്രമാക്കും. പിന്നെ ദുർഗന്ധം വമിക്കും. അടുക്കളയിലേക്ക് പലയിടത്തും കയറാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ചില വീടുകളിൽ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റ് റൂമിലിരിക്കണം, നമുക്ക് വരെ നാറ്റം അടിക്കും. അതിൻ്റെ അകത്ത് ഇരുന്നിരുന്ന് ചീഞ്ഞ് എത്ര വലിയ അവസ്ഥയാണത്. ആ മലക്കുകൾ ആ അടുക്കളയിലോട്ട് കയറൂല. പിന്നെ എങ്ങനെ ബറക്കത്തുണ്ടാകണം നമ്മുടെ വീട്ടിൽ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫ്രിഡ്ജ് മാത്രമല്ല, നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കുന്നൂട്ടി വെക്കാനുള്ളൊരു സ്ഥലമല്ല. അത് അപ്പം ക്ലീൻ ചെയ്യാൻ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കണം. മൂന്നാമത്തത്, ഭക്ഷണം വേസ്റ്റാക്കരുത്. ഒരു മണി ഭക്ഷണം പോലും വേസ്റ്റാക്കരുത്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ നമ്മളടക്കം ഭക്ഷണം കഴിച്ചിട്ട് ഈ സിങ്കിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ മൊത്തം ഇങ്ങനെ വാരിയെടുത്താൽ ഒരാൾക്ക് വയറ് നിറയാനുള്ള ഭക്ഷണം ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. അള്ളാൻ്റെ അടുത്ത് കണക്ക് പറയണം കേട്ടോ. ഒരു ബറക്കത്ത്, ഒരു സമാധാനം വീട്ടിൽ കിട്ടൂല. എന്തോരം കുഞ്ഞുങ്ങളാ പട്ടിണി കിടക്കണേ. ആര് കണക്ക് പറയുന്നതിനൊക്കെ അള്ളാനോട് കണക്ക് പറയാണ്ട് രക്ഷപ്പെടാൻ പറ്റും നമുക്ക്? അപ്പോൾ എത്ര സൂക്ഷിക്കണം നമ്മൾ. അപ്പോൾ ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോഴേ, പല ആളുകളും ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൻ്റെ ഒരു മൂല വേസ്റ്റ് ഇടാനായിട്ട് മാറ്റി വെക്കാറുണ്ട്. കടിച്ച എല്ലും മുള്ളും ഒക്കെ അതിൻ്റെ ഒരു മൂലയിലുണ്ടാവും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വളരെ മോശം സ്വഭാവത്തിൽപ്പെട്ടതാണ്. ബറക്കത്ത് കുറക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ വേസ്റ്റ് ഇടാനായിട്ടൊരു പാത്രം സെപ്പറേറ്റ് എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ എത്ര തടസ്സം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പാത്രം എന്തായാലും
വേസ്റ്റ് ഇടാനായിട്ടുണ്ടാവൂലേ? അപ്പോൾ എപ്പോഴും നമ്മളത് കുഞ്ഞുങ്ങളെ വരെ ശീലിപ്പിക്കണം കേട്ടോ. അത് ഹോട്ടലിൽ പോയാലും വേസ്റ്റ് ഇടാൻ പാത്രം ഇല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്ലേറ്റ് തരാൻ പറയണം. അങ്ങനെ ഒരു ശീലം നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകണം. പിന്നെ ഈ കഴിച്ചിട്ട് വേസ്റ്റ് എടുത്ത് ഇങ്ങനെ താഴേക്ക് വെക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ മര്യാദകേടാണ്, അതൊക്കെ ഒരു ഡിസിപ്ലിനെതിരാണ്. ഒരു മുസ്ലിമിൽ നിന്ന് അങ്ങനത്തെ വൃത്തിഹീനമായ സംഗതിയൊന്നും ഉണ്ടാകരുത്. അതിനായിട്ടൊരു പ്ലേറ്റ് സെപ്പറേറ്റ് മേടിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം തന്നെ, അതായത് ആ പ്ലേറ്റ് മേടിച്ചിട്ട് വെക്കുന്ന ഒരു രീതി തന്നെ ഉണ്ടാക്കുക. അല്ല താഴെ ഇടരുത്. ഇനി വെക്കേണ്ടി വന്നാൽ സൈഡിൽ തൽക്കാലം ഒന്ന് വെക്കുക, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം. അല്ലാതെ വീട്ടിലൊന്നും അങ്ങനത്തെ പരിപാടി ഉണ്ടാകാൻ പാടില്ല. സൂക്ഷ്മത പാലിക്കണം. പിന്നെ നാലാമതായി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം ശ്രദ്ധിച്ചിരുന്ന ഒരു സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അത് മുത്ത് റസൂലിൻ്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ കിച്ചണിലിരുന്ന്, വാപ്പ ഡൈനിങ് ടേബിളിലിരുന്ന്, പിള്ളേർ ടി വി ഒക്കെ കണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു നേരത്ത് അല്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിനിടയിൽ സംസാരിക്കണം. ചില ആൾക്കാർ മനസ്സിലാക്കിയേക്കണത് ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നാണ്. നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ കുറേ താത്താന്മാരുടെ ഇടയിൽ ഉസ്താദേ ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാൻ പറ്റുമോ, പറഞ്ഞ കേട്ടാത്തൊന്നും ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ പൂച്ചക്കുട്ടികളായിട്ടിരുന്ന് കഴിക്കണമെന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തതും തെറ്റാണ്. അതായത് മൃഗങ്ങൾ തിന്നുന്നത് പോലെ നിങ്ങൾ തിന്നരുത്. എങ്ങനെയാണ് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കണത്? ഒന്നും മിണ്ടാതെയാണ് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആകരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ സംസാരിക്കാം, മോശം കാര്യങ്ങൾ വരാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം എന്ന് പറയുന്നത്. മോശം കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. മനസ്സിലായോ? നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, കുടുംബത്തിലെ നല്ല കാര്യങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് കൂടെ താല്പര്യമുണ്ടാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. നല്ല ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ, കുടുംബത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കളുടെ പ്രണയം പോലും കുഞ്ഞുങ്ങൾ കാണണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ വാപ്പ എന്ത് ചെയ്യുക? ഭക്ഷണം വാരി ഉമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുക, ഉമ്മ ഭക്ഷണം എടുത്ത് വാപ്പാടെ വായിൽ വെച്ച് കൊടുക്കുക. ഇതൊക്കെ മക്കൾ കാണട്ടെ. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്രോതസ്സായിട്ട് നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ മാറണം. അപ്പോൾ ഡെയിലി ഒരു നേരമെങ്കിലും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ വീട്ടിലുണ്ടാകണം. അപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകരുത്. ഏതെങ്കിലും ഒരു നേരം അങ്ങനെ ഒരു സ്പെഷ്യലൈസ് ചെയ്തത് ഭംഗിയാക്കണം. പിന്നെ കഴിക്കുന്നതിനിടയിൽ ഒരു മണി അരി പോലും താഴെ വേസ്റ്റായി പോകരുത്. അങ്ങനെ വേസ്റ്റായി പോവുകയാണെങ്കിൽ എടുത്തോളണം. അത് റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്. വേസ്റ്റാക്കി കളയൽ സുന്നത്തിനെതിരാണ്. അങ്ങനെ വേസ്റ്റാക്കി കളയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീനിലേക്കൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. വേണ്ട, ഫലസ്തീനിലോട്ടൊന്നും പോകണ്ട. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ പല സ്റ്റേറ്റുകളിലും ഇങ്ങനെ ദഅ്വാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എത്ര ഇടങ്ങളിൽ ആ പട്ടിണിക്കോലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. നമ്മൾ ഈ വാരിയെല്ലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ എത്ര വലിയ അനുഗ്രഹത്തിലെ സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഈ താഴെ വീണ ഭക്ഷണം വേസ്റ്റാക്കാതെ എടുത്ത് കഴിക്കണം. അങ്ങനെ എടുത്തു കഴിച്ചാൽ രോഗങ്ങളിൽ നിന്ന്, അതായത് ഭക്ഷണം വേസ്റ്റാക്കാതിരുന്ന രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവലാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. ദാരിദ്ര്യത്തിൽ നിന്ന് സുരക്ഷയാണ്. ഇങ്ങനെ പോലും പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പറഞ്ഞ മനോഹരമായ 4 സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. ഇത് മഹദിയായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ജീവിതത്തിൽ പാലിച്ചിരുന്ന മനോഹരമായ സുന്നത്തുകളിൽ പെട്ടതാണ്. ഓക്കെ, അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ അടുക്കള ഈ ബറക്കത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറാനായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണത്തിന് രുചി കൂടാനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആരോഗ്യം ലഭിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കിച്ചണിൽ എന്ത് ചെയ്താലും ബിസ്മി കൊണ്ട് തുടങ്ങാം. ഭക്ഷണം പാചകം ചെയ്താലും, ഭക്ഷണ പാത്രം ഇറക്കി വെക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഒരു ബിസ്മി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ആ അടുക്കളയിൽ ഒരു ബറക്കത്ത് ഫീൽ ചെയ്യാൻ ഒരു ഇസ്മ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. യാ വാസിഉ യാ അല്ലാഹ്. എല്ലാം വിശാലമാക്കി തരുന്നവനായ റബ്ബാണ്. യാ വാസിഉ യാ അല്ലാഹ്. എണ്ണമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അടുക്കളയിൽ നിന്നുകൊണ്ട് ഈ ഇസ്മു പാരായണം ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഒരു ബറക്കത്തിന് കാരണമാകും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് സമാധാനം നിറയാൻ, സന്തോഷം നിറയാനൊക്കെ അത് നിമിത്തമാണെന്ന് അള്ളാഹുവിൻ്റെ സാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിൽ എപ്പോഴും നിങ്ങൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ, പാത്രം കഴുകുന്നതിനിടയിൽ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ഈ യാ വാസിഉ യാ അല്ലാഹ് അത് കൽബിൽ തട്ടിയിട്ട് വേണം കേട്ടോ. വെറുതെ വാഗുകൊണ്ട് അങ്ങനെ പറയാനല്ല, കൽബിൽ തട്ടിയിട്ട് അള്ളാഹുവിനെ വിളിക്കുക. അത് വല്ലാത്തൊരു ബറക്കത്തിന് നിദാനാണ്. പിന്നെ ഈ പാത്രം കഴുകുക എന്നൊക്കെ പറയണത് പെണ്ണുങ്ങളുടെ മാത്രം ഡ്യൂട്ടിയൊന്നുമല്ല. നമ്മൾ കുട്ടികളെ അടക്കം ശീലിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? കോഴിക്കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കണത്? ആദ്യം കൊത്തിക്കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കും ഫുഡ് ഇല്ലേ, ചെറുപ്പത്തിലെ കുഞ്ഞിതായിരിക്കുമ്പോൾ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ കൊത്തിയിട്ട് അവിടെ വെക്കും, വേണമെങ്കിൽ പോയി തിന്നോളണം. പിന്നെ എന്ത് ചെയ്യും? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കോഴി മുമ്പിൽ നടക്കും, ഇപ്പുറത്തെ വഴി കൂടെ തള്ളക്കോഴി പോവും,
ആ വഴി പുറകെ വന്ന് ആട്ടി ഓടിക്കും. നമ്മൾ വിചാരിക്കും സ്നേഹമില്ലാത്ത തള്ളാന്നാണ്. അല്ല, ഇപ്പം അപ്പുറത്തെ വഴി കൂടെ പോയി സ്വയം ഇര തേടാൻ പഠിപ്പിക്കുകയാണ് കോഴി അല്ലേ തൻ്റെ കുഞ്ഞുങ്ങളെ. നമ്മളിലാണ് ഈ സ്വഭാവമൊക്കെ മോശമായി പോണത്. നമ്മൾ 15 വയസ്സായാലും ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ തിന്ന പാത്രം കഴുകി വെക്കാൻ പറയണം. ആൺപിള്ളേരുടെ ഉമ്മ കഴുകും, പെൺകുട്ടികളുടെ അവൾ കഴുകണം. ഇത് ഏത് ദീനാണിത്? ഇതെന്ത് മതമാണിത്? അങ്ങനെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? അള്ളാൻ്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും. മനസ്സിലായോ? കുഞ്ഞുങ്ങളൊരു 6-7 വയസ്സാകുമ്പോൾ തന്നെ അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് പഠിക്കട്ടെ. അവർ പാത്രം കഴുകിക്കോളാന്ന് പറയും. ഉമ്മയുടെ മോൻ കഴുകിയ സോപ്പ് പോവില്ല, അല്ലെങ്കിൽ അഴുക്ക് പോവില്ല. അത് പറയണ്ട, അവർ കഴുകി വെച്ചോട്ടെ. അഴുക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ കഴുകിയാൽ മതിയല്ലോ. കുട്ടികൾ സ്വയം പര്യാപ്തത നേടട്ടെ. ആ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ കേട്ടോ. മനസ്സിലായോ? +2 പഠിക്കണ പുള്ള തിന്ന പാത്രം കഴുകി വെക്കുന്ന ഉമ്മയാണ് നിങ്ങളെങ്കിൽ ആ മകൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത്ര ഡേഞ്ചറാണത്. മകനായാലും മകളായാലും കഴിച്ച പാത്രം ഡൈനിങ് ടേബിളിൽ തന്നെ ഇട്ടുകൊണ്ട് പോകണ എത്ര കുടുംബങ്ങളുണ്ട് അല്ലേ? ആ ഡൈനിങ് ടേബിളിൽ നിന്ന് കിച്ചൺ സിങ്കിൽ കൊണ്ടുപോയി ഇടാത്ത മക്കൾ. എന്തിനങ്ങനെയുള്ള മക്കളെ നമുക്ക്? എന്തിനങ്ങനെയുള്ള മക്കൾ? അപ്പോൾ കുട്ടികളെ ചെറുപ്പത്തിൽ ശീലിപ്പിക്കേണ്ട ഒരു സംഗതി, ഒരു 5 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ കഴിച്ച പാത്രം കൊണ്ടുപോയി കിച്ചണിൽ വെക്കുക. അത് നമ്മൾ ചെയ്യണത്, ഭർത്താവ് ചെയ്യണത് കണ്ടു പഠിക്കട്ടെ. ഭാര്യ എന്തായാലും ചെയ്യുമല്ലോ. ബാപ്പ ചെയ്യണം വീട്ടിൽ. ബാപ്പാക്ക് കിച്ചൺ എന്ന് പറഞ്ഞാൽ അയിത്തം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ കഴിച്ച പാത്രം കൊണ്ടുപോയി അടുക്കളയിൽ വെക്കുക എന്ന് മാത്രമല്ല, കഴിയുമെങ്കിൽ അത് കഴുകി കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളത് ശീലിപ്പിക്കുക. അലക്കാനൊക്കെ സ്വന്തം വസ്ത്രം കഴുകിയിടാൻ കുഞ്ഞുങ്ങൾ ശീലിക്കട്ടെ. അവരവരുടെ കാര്യങ്ങൾ അവരവർ ചെയ്താൽ തന്നെ കുടുംബത്തിൽ വല്ലാത്തൊരു സന്തോഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? യാ വാസിഉ യാ അല്ലാഹ് എന്നുള്ള ദിക്ർ മറക്കാൻ പാടില്ല. ഇപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആയിഷ ബീവി പറഞ്ഞെന്താ? വഹുവ ഫീ മിഹ്നത്തി അഹ്ലി. ഞങ്ങളുടെ കൂടെ ഉണ്ടാവും വീട്ടിൽ വന്നാൽ. പാത്രം കഴുകാനും ഭക്ഷണം പാചകം ചെയ്യാനും വസ്ത്രം കഴുകാനും എല്ലാത്തിനും മുമ്പിലുണ്ട് ആര്? ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അപ്പോൾ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാനും അതുപോലെ ഈ രുചി കൂടാനൊക്കെ പറ്റിയൊരു സൂറത്താണ് സൂറത്തുൽ ഖുറൈശ്. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഖുറൈശ് നമ്മളൊരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് പാചകം ചെയ്യുന്നതിനോടൊപ്പം ഈ സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രുചി അള്ളാഹു അതിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുക്കളയിലെ ബർക്കത്തിന് സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് അടുക്കള അടിപൊളിയാക്കിയാൽ നമ്മുടെ വീട് അടിപൊളിയാവും. ഇന്നിപ്പോൾ പതിയാണ് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അടുത്ത് വേറൊരു പരിപാടി നടക്കുന്നത് കൊണ്ട് ഉറക്കെ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് എനിക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. ഒരു പാവപ്പെട്ട ഉസ്താദിനെ നമ്മൾ ഏറ്റെടുത്തതാണ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ അള്ളാഹു ഉണ്ടാവില്ലേ? ആശുറ ദിവസം അയക്കാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ ആ നെയ്യത്ത് വെച്ചില്ലേ, ആ പൈസ ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഹദിയ ചെയ്യുക. നമുക്ക് ആശുറായിന് ചെയ്ത പ്രതിഫലം തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുന്നതായിരിക്കുമല്ലോ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് നിയോഗിച്ച നാടിൻ്റെ പേരെന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് നീനവ എന്ന് പറയുന്ന നാടാണ്. ആ നബിയുടെ മദത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം, യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങിയ ചരിത്രം പറയുന്ന സൂറത്ത് ഏതാണ്? ഏത് സൂറത്തിലാണ് യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങിയ ചരിത്രം പറയുന്നത്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധ മുഹറം മാസത്തിലെ തിങ്കളാഴ്ച രാവ് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. സ്വർഗ്ഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ വീട് ബറക്കത്തിൻ്റെ കേന്ദ്രമാക്കണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്, അവരുടെ മുറാദുകളെല്ലാം നീ ഹാസുലാക്കണേ അല്ലാ. യാ റബ്ബന, ഒരുപാട് വേദനകൾ കൊണ്ട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, തൊഴിലിടങ്ങളിൽ ഒക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. യാ റബ്ബന, വീടിൽ
ഭാര്യമാരില്ലാത്തവർ, മക്കളില്ലാത്തവർ എല്ലാവർക്കും ഹൈറാക്കി കൊടുക്കണേ അല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ല. ഖബറിടം വെളിച്ചമാക്കണേ അല്ല. അവരെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്ത് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.